ഗുഡ് മോർണിംഗ് സുന്ദരീസ്. ഇപ്പൊ ഞാൻ റെഡി ആവാൻ പോവാണ്. നമുക്ക് കൊച്ചി പോണം. ഒരു കുട്ടി ഷൂട്ട് ഉണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് എനിക്കറിയില്ല. വൈകിപ്പോയി എനിക്കാനായിട്ട്. വേഗം റെഡി ആവട്ടെ. നമുക്ക് ഇന്ന് ലുലുലാണ് കേട്ടോ ഷൂട്ട് ഉള്ളത്. ഫസ്റ്റ് ഒന്ന് മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാം, പിന്നെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങോട്ട് പോവാം. ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ ലുലുവിൽ എത്തിയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഭയങ്കര ടയേർഡായിപ്പോവും ഇവിടെ നിന്ന് ചെയ്തിട്ട് പോവാണെങ്കിലേ. അപ്പൊ നമ്മള് പൂർണ്ണമായിട്ട് റെഡി ആയിട്ടല്ല, ജസ്റ്റ് ഉൾപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അവിടെ എത്താറാകുമ്പോ അല്ലെങ്കിൽ എത്തിയിട്ട് റെഡി ആവാന്ന് വെച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ്. എനിക്ക് കോണ്ടാക്ട് ലെൻസ് ഒക്കെ വെക്കണമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് റെഡി ആക്കട്ടെ എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ണ് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ കണ്ണുണ്ടല്ലോ കുറച്ച് ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു അലർജി കാരണമെന്നാ പറഞ്ഞത്. അലർജിയുടെ ഡ്രോപ്സും അതേപോലെ തന്നെ ഡ്രൈനെസ് മാറാനുള്ള ഡ്രോപ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ടോളിന്റെ അവിടെ എത്തിയിട്ടുള്ളൂ. 7 മണിയായി. കുഴപ്പമില്ല, ഒരു 9 മണിക്കുള്ളിൽ എത്തും. റെഡിയായി. ഷൂട്ട് എന്തായാലും ഒരു ഉച്ച വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഏട്ടനും ഉണ്ട്. ഇമ്മക്കുട്ടിയിലേക്ക് കിടന്നുറങ്ങണ്ട. ഇമ്മക്കുട്ടിയുടെ കുഞ്ഞിക്കാലെന്ന് പറയാൻ പറ്റില്ല, വലിയ കാലേ. ഇമ്മക്കുട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ ലുലുവിന്റെ അവിടെ പോവും. അപ്പോൾ ഏട്ടനും ഇമ്മക്കുട്ടിയും അവിടെ എവിടെയെങ്കിലും ഒക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് എന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട്. അങ്ങനെയൊക്കെ കുട്ടി 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 പ്ലാൻസ് ട്ടോ. പോവാം. നമ്മൾ ഒരുമിച്ചായത് കൊണ്ടും ഇങ്ങനെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ടും എനിക്കിപ്പോൾ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ഈ അടുത്തായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ വർക്കിനെ കൊച്ചിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല, വർത്താനൊക്കെ പറഞ്ഞ് പോണതാണ് പ്രശ്നമില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഇന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് ലുലുവിൽ കയറാന്ന് വെച്ചിട്ടാണ്. ലുലുവിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇല്ല, സാമീസ് റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ റെസ്റ്റോറൻറ്റ്. അപ്പൊ പിന്നെ അവിടേക്ക് കയറിയിട്ടോ. അപ്പൊ പിന്നെ ഇമ്മക്കുട്ടിക്ക് ദോശ ഉണ്ടെങ്കിൽ 3 നേരവും ഇമ്മ ദോശ കഴിക്കും. ഇമ്മ സാധാരണ ബട്ടർ ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ബട്ടർ മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഇഡ്ലി കേട്ടോ. അയ്യോ, ഭയങ്കര ഹെവി ഫുഡായിരുന്നു കേട്ടോ ആ ബട്ടർ മസാല ദോശ. ഭയങ്കര ഹെവി ആയിരുന്നു. ഏട്ടന് ഇഷ്ടമായില്ലേ? ഏട്ടൻ കൊറേ നാളായി വന്നിട്ട് ബ്ലോഗിൽ. കൊറേ പേര് മെസ്സേജ് അയച്ചു, എന്താ ചേട്ടൻ വരാത്തി, എന്താ ചേട്ടൻ വരാത്തി. അങ്ങനെ ഹെക്ടിക് ആയിരുന്നു. എന്റെ കണ്ണ് ഞാൻ ഐസ് ചെയ്യണം എന്നാണ് വിചാരിച്ച്, അതുവരെ ഞാൻ മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ ഞാൻ ഉറങ്ങില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ കണക്ക് വെക്കും, 6 to 7 മണിക്കൂർ എന്തായാലും ഉറങ്ങണം എന്നുള്ള രീതിയിൽ രാത്രി കിടക്കുമ്പോഴേ ഞാൻ മണിക്കൂർ കണക്കാക്കിയാണ് കിടക്കുക. കുട്ടി ഉറങ്ങി. കുട്ടി എത്ര നേരം ഉറങ്ങിണ്ടാവും? 11 മണി. 9 hours. കുട്ടി ഒരു 10 to 11 hours അതല്ലെങ്കിൽ 9 hours. 9 hours if it's a school day. കാൽക്കുലേറ്റ് ചെയ്യണം. 10 hours. അപ്പൊ നമുക്ക് ലുലുവിൽ കയറാം. ലുലുവിൽ നമുക്ക് അവിടുത്തെ റെസ്റ്റോറൻറ്റ് റെഡി ആവാം, എന്നിട്ട് ഷൂട്ട്. ആരെവിടെ പോയി വിട്ടത്? നീയാണോ? വെറും 2 ദിവസത്തെ ലഗേജ് ആണ് ഈ കവറിൽ പിടിക്കണത്. അത് നമുക്ക് ലുലുവിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ കുറച്ച് മേക്കപ്പും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വേണമല്ലോ റെഡി ആവാനായിട്ട്. അപ്പം ഞാൻ റെസ്റ്റ് റൂമിൽ കയറി ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, അപ്പം അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ റെഡി ആവണത്. അപ്പം എന്ന് പറഞ്ഞിട്ടൊരു 10 മിനിറ്റിൽ റെഡി ആയതാണ്. ഞാൻ അവിടെ അച്ഛനെ ലെൻസ് ഡിഫറെൻറ്റ് മസ്കാര ഇടാൻ മറന്നുപോയി. സിമ്പിളായിട്ട് കൺസീലറൊക്കെ ഇട്ടിട്ട് റെഡി ആയതാണ്. ഒരു 5 to 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് റെഡി ആവാൻ പറ്റും. നമുക്ക് അങ്ങനത്തെ ഒരു ബേസിക് ഗെറ്റ് റെഡി വിത്ത് മീ ആദ്യം ഇടാം നമുക്ക്. അപ്പോൾ ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു മൂന്ന് ഔട്ട്ഫിറ്റ് വേണം. ഡിഫറെൻറ്റ് തരത്തിലുള്ള 3 ഔട്ട്ഫിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. എക്സ്ട്രാ സ്മോൾ ആണ് എല്ലാം, പക്ഷേ ചിലതൊക്കെ എനിക്ക് ഇത് കണ്ട് ഈ ഔട്ട്ഫിറ്റിൻ്റെ വയറ് ഇങ്ങനെ അറിയാണ്ട്, അപ്പോൾ അത് വേണ്ട വെച്ചു. അങ്ങനെ എന്തായാലും 3 എണ്ണം സെലക്ട് ചെയ്ത് ഷൂട്ട് കഴിഞ്ഞ് അത് അപ്ലോഡ് ചെയ്തു കേട്ടോ. ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് 2-3 ഡ്രസ്സ് എടുത്തു കേട്ടോ. നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ലുലുവിൽ. എല്ലാ ലുലുവിലും ഉണ്ട് ഡിസ്കൗണ്ട്, നല്ല അടിപൊളി ഡിസ്കൗണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിനൊക്കെ 50% ഓഫ് വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ച്, പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഹീൽസ് ഇട്ടത്തിന് നേരെ നിൽക്കാൻ കൂടി ചെയ്തിട്ട് ഞാനാകെ ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. അയ്യോ, വന്ന് കഴിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. ഇമോഷേ ക്ഷീണിച്ചാടാ? കുട്ടി കളിച്ച് ക്ഷീണിച്ചു. ഞാനാണെങ്കിൽ ഹീൽസ് ഇട്ട് ക്ഷീണിച്ചു. ഏട്ടനോ? ബേബി സിറ്റ് ക്ഷീണിച്ചു.
കുട്ടി ബേബി എല്ലാം. ഇപ്പൊ നമ്മള് ഇനി നിക്കോയിലാണ് കേട്ടോ പോണേ. നിക്കോ നമ്മൾ ഓൾറെഡി സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടലാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ടൗണിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേ ചെയ്യണമെന്നാണ്. കുട്ടി കോസി ആയിട്ടുള്ള നല്ല ഒരു ഹോട്ടല്. അന്തമാൻ നിക്കോബറിന് നിക്കോ ആണ്. കുട്ടിയുടെ എത്ര പല്ല പോയെന്നറിയോ? ഈ താടി ഓടി. അത് ലാസ്റ്റത്തെ പല്ല് എന്തുണ്ടായി കുഞ്ഞു പറയൂ. ഞാൻ തന്നെ പറിച്ചു. എങ്ങനെ എന്താ തോന്നി? ഹാപ്പി. ഞാനും അമ്മയും താഴെയായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് പേടിച്ച് എട്ടിത്തെറിച്ച് ഞങ്ങള് പോയി നോക്കിയപ്പോണ്ട് ചോരയൊക്കെ ഒലിപ്പിച്ച് പല്ലും പിടിച്ച് നിക്കണം. കൊറേ നാളായിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ പണിയണു. നമ്മള് ലുലുന്ന് ഇങ്ങനെ പുറത്തേക്ക് കിടന്നതാണ്. അതിന്റെ ഭയങ്കര റഷാണ് ഇവിടെ. ടാസ്ക് ആട്ടോ ലുലുന്ന് പുറത്തേക്ക് കിടക്കാന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി കാറില്. അപ്പൊ അങ്ങനെ കുട്ടി തനിയെ പല്ല് പറിച്ചു. പിന്നെ നമ്മളിപ്പോ ഇവിടെ നിക്കോല് പോവാണ്. എനിക്കൊന്ന് ഫ്രഷ് ആവണം, ഡ്രസ് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് നമ്മള് പുറത്തിറങ്ങും. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആ. നാളെ നമ്മൾ എങ്ങടാ പോണേ? വണ്ടർല. ഞാൻ നോക്കട്ടെ കേട്ടോ. എന്ത് നമ്മള് റൂമിലെത്തി. നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. നിക്കോ കുഞ്ഞിന് ഇഷ്ടാണോ? खूब സോറി കണ്ണ. കുഞ്ഞിനെ ഇവിടെ ഇഷ്ടാണോടാ? കൊറേ ഇഷ്ടാണോ? I'm gonna tell you a Japanese fact. പറഞ്ഞോളൂ. So look, okay, there are 13 animals invited to the race. 13 animals, and then there is, we can only make 12 animals win. So so in between the race, the rat pushed the cat into the river. So that's why there's no ear of the cat in the ബാക്കി എല്ലാ അനിമൽസിന്റെയും ഇയർ ഉണ്ടോ? ഇയർ അല്ല, മന്ത്സ് ഉണ്ടോ? It's the ear. ഇയർ ഉണ്ടോ? 12 ഇയർ ഉണ്ടോ ഓരോ അനിമൽസിനും? No. പിന്നെ Look, there are 12 animals. Each one has their own ear. ആണോ? അതിന്റെ അമ്മ ചോദിച്ചേ. You said 12 ears of the animal. സോറി, ഗ്രാമർ മിസ്റ്റേക്ക്. അപ്പൊ ഓരോ ഇയർ ഏത് അനിമലിനാന്ന് കുഞ്ഞിനെ അറിയോ? അതറിയില്ല. റാറ്റ് എന്ത് പണിയാ കാണിച്ചേ? കാറ്റിനെ തള്ളിയിട്ടെ. Look, okay, there was the river, and then the rat pushed the cat into the river, and then jumped on the elephant or anteater, some big animal's back to escape. Dale. Not that. And your eye looks blue. Another thing. ലെൻസ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി ആവട്ടെ. ഞാൻ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു, പിന്നെ കണ്ണിലെ ലെൻസ് റിമൂവ് ചെയ്തു. അത്ര തന്നെയുള്ളൂ കേട്ടോ. അതെ, ഇനി ഇമ്മക്കുട്ടിക്ക് മുടിയെല്ലാം കൂടി ഒന്ന് പൊക്കി പിടിച്ച് കെട്ടിക്കൊടുക്കണം. ഞാൻ നല്ലോണം ടൈറ്റ് ചെയ്തു, അപ്പൊ കുറച്ച് വേദനിച്ചു. അപ്പോ നമ്മള് ലുലുന്ന് മേടിച്ചത്, ഞാൻ എനിക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ. അതായത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ചിലത് ചെയ്ത് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതൊന്നുമല്ല. പക്ഷെ ഞാൻ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതും അത് കൂടാണ്ട് ഡിസ്കൗണ്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മേടിച്ചതാണ്. 50%. സിമ്പിൾ ഡ്രസ് അല്ലേ? ഇത് ഞാൻ ഇട്ട് എങ്ങനെ ഉണ്ടാവും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷെ എനിക്കത് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഇത് കണ്ടോ, ഈ പ്ലീറ്റഡ് പാറ്റേൺ ഭയങ്കര ട്രെൻഡിലുള്ളതാണ്. അപ്പൊ ന്യൂ ഇയർ പാർട്ടി എവിടെ അല്ലേ പാർട്ടി എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കെ വരുമ്പോ ഇടാലോ എന്നുള്ള വിചാരിച്ചിട്ടാണ്. ഇതാണ് വിചാരിച്ചിട്ടാണ്. ഇത് ഓൺലി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ശരിക്കും 4000 രൂപയുണ്ട്. പക്ഷെ 50% ഓഫ്. ഇപ്പൊ 2000 രൂപ കേട്ടോ. 2000 രൂപയ്ക്കും കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ എന്നാലും ഇതിന്റെ വെറൈറ്റി ചെറിയ ലുക്ക് വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോ
ഞാൻ ഇടാൻ വേണ്ടി മഞ്ഞ് വേണം പറയണ കുത്തി പറയണ പോലെ ഞാൻ ഈ ന്യൂ ഇയർ ടൈം അല്ല 31st ആ ടൈമില് എവിടെയെങ്കിലും പോവാന്നൊക്കെ വിചാരിച്ച് ഒക്കെ ചളായതാണ്. അപ്പൊ എന്തായാലും എനിക്കൊരു മോട്ടിവേഷന് വേണ്ടിട്ട് ഞാൻ സോളോ ട്രിപ്പ് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മഞ്ഞ് വേണം സ്ഥലത്ത് അത് ഇമ്മക്കുട്ടി പെർമിഷൻ തന്നിട്ടുണ്ട്, ഇമ്മക്കുട്ടി പൊക്കോളാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മഞ്ഞ് വേണ സ്ഥലത്ത് ഞാൻ തനിയെ പോവാനാണ് പ്ലാൻ. എനിക്ക് മോഹൻലാലും ഞാൻ വിദേശത്തേക്ക് പോകുന്ന ഒരു ശ്രീനിവാസനെ പറയും, ബംഗ്ലാദേശിലേക്കോ നേപ്പാളിലേക്കോ ഞാൻ പോവും. കുന്നംകുളം കുന്നങ്ങളൊന്നല്ല മഞ്ഞ് വേണ എനിക്ക് സോഫ്റ്റ് ആണെന്നറിയോ, ഇതിന് വിലയുണ്ട് കേട്ടോ. ഇതിന് 4000 സംതിങ് ഉണ്ട്. അപ്പൊ 50% ഓഫ്. ഉള്ളിയുടെ എങ്ങനെയാ വെച്ചാൽ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ 40% ഓഫ്, രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ 50% ഓഫ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും ഉള്ളിയുടെ ആണ് എടുത്തത്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോട്ട് മേടിച്ചതെന്ന് വെച്ചാൽ നമ്മളൊരു ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ആ സ്റ്റോക്കിങ്സ് പോലെയൊക്കെ ഇട്ടിട്ട് ഷോർട്ട് സ്കേർട്ടും അതേപോലെ ടോപ്പ് ഇട്ടിട്ട്. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്കറ്റിന്റെ കുറവാണ്. ഇതിന്റെ തന്നെ ബ്ലാക്ക് ഉണ്ട്, പക്ഷെ എനിക്ക് ബ്ലാക്കിനെക്കാട്ടും കുറച്ചും കൂടെ ഇഷ്ടമായത് ബ്രൗൺ ടാൻ ആണ്. That's exactly what I'm wearing. Leggings, skirt. അതെ. അപ്പൊ ഇത് നല്ല സോഫ്റ്റാണ്, ഇഷ്ടമായി. Don't do it, baby. പിന്നെ ഒരു ലെഗിങ്സ് പാൻസ്, പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ്. എനിക്ക് പ്യൂമയുടെ ടീഷർട്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. ജിമ്മിലൊക്കെ പോകുമ്പോൾ നല്ല സുഖമാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. ചൂടെടുക്കും, പക്ഷെ എന്നാലും മറ്റു ടീഷർട്സ് ഒക്കെ ഇടുമ്പോൾ എല്ലാം അത്ര എടുക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും കൂടി ഇടാം. ബ്ലാക്ക് നല്ല ലുക്കല്ലേ. പിന്നെ ഒരു ഇത് അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും ഇല്ല. ഇത് 50% ഓഫ് ഉണ്ടായിരുന്നു, 500 rupees. എത്ര ബ്ലാക്ക് ടോപ്സ് ഉണ്ടെന്ന് അറിയാം എനിക്ക്. ഞാനും പിന്നെ So many black things. Yeah, black hair, black eyes, black eyebrows. ഒത്തിരി ലൂസ് ആയിട്ടുള്ളതാണ്. ഇതും എടുത്തു. ഇതായിട്ട് ഞാൻ ലുലുന്ന് മേടിച്ച. ലുലു നല്ല ഇത് തോന്നി എനിക്ക്, ഡിസ്കൗണ്ട് ഉണ്ട്. നല്ല തക്കുവാണെങ്കിലൊക്കെ ഇഷ്ടം പോലെ 200 rupees 300 rupees ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ. കാരണം ഡിസ്കൗണ്ട് ഉള്ള സമയമായതുകൊണ്ട്. പിന്നെ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള വേറെ മോഡ അതിന്റെയൊക്കെ നല്ല ഡിസ്കൗണ്ടിലുള്ളതുണ്ട് കേട്ടോ. അപ്പൊ പറ്റിയ സമയമാണ് മേടിക്കുകയാണെങ്കിൽ. കുറേ സാധനങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ സോറി കേട്ടോ, ഇമ്മക്കുട്ടിക്കാണെങ്കിൽ ഞാൻ ഓൾറെഡി മീഷോന്ന് കുറച്ചെണ്ണം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏട്ടനും ക്രോക്സിന്റെ ഒരു ഷൂസ് മേടിച്ചു, അതിന് ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഏട്ടനും ഉമ്മക്കുട്ടിയും ഫുള്ള് കളിക്കാൻ പോയിരിക്കായിരുന്നു. അവിടെ എന്താണ് സ്ഥലത്തിന്റെ പേര്? Fun. If I was in this movie places, I'd be like this. ഇതെങ്ങനെയുണ്ട് ഏട്ടാ? Look at this. സിമ്പിൾ ആയിട്ടുണ്ടല്ലോ. ഞാനത് വിചാരിച്ചു വല്ല പാർട്ടി. ഇത് ജംപ് സൂട്ടും ആണ് കേട്ടോ, അതൊരു കാര്യമുണ്ട്. ഇത് ഭയങ്കര ടാസ്ക് ആണ്. ഇത് ശരിക്കും വലിയ ടാസ്കാണ്. കാരണം എന്താ വെച്ചാ ഇങ്ങനെ ഇടണം. സൂസ് പോണെങ്കിൽ ഫുള്ളായിട്ട് വരണം. കട്ട ടാസ്ക് ആണ്. പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ? Yeah, I'm gonna show you. അങ്ങനെ രാത്രി ആയിട്ടോ സമയം. അബിക്കുട്ടൻ്റെ വീട്ടിലാണ് പോയത്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ പിന്നെ വരണ വഴിക്ക് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാണ്ടായിരുന്നു. അങ്ങനെ പോയി. ഇത് ദേപ്പുട്ടാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ കാടമുട്ട പുട്ടില്ലേ അതാണ് കഴിക്കണേ. ഇമ്മക്കുട്ടിക്ക് സ്പെഷ്യലായിട്ട് എന്തോ ഫ്രൂട്ട് പുട്ടോ അങ്ങനെ. ഇത് എനിക്കിഷ്ടമായില്ല കേട്ടോ, കാരണം ഇതിന് മധുരമുണ്ട്. ഇമ്മയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ഇമ്മ അത് കഴിച്ചു. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലം നിക്കോ. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവരൊരു ജപ്പാനീസ് വൈബൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. മൊത്തത്തിലുള്ളൊരു കോസി ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ഒക്കെ അങ്ങനെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യങ്ങളും കൊച്ചുണ്ടിയും വീഡിയോ വയ്ക്കാൻ നല്ല അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇമ്മക്കുട്ടി? നമ്മൾ ആരെ കാണാനാ പോയേ? അബിക്കുട്ടനെ. എത്ര നാളുകൾക്ക് ശേഷം? 4, 5, 6 മെയ് ആണോ? ഇപ്പൊ മെയ് ആണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 7 months. ആദ്യമായിട്ടാ അല്ലേ ഇമ്മക്കുട്ടി 7 months ഒക്കെ അബിക്കുട്ടിനെ കാണാണ്ടിരിക്കണം. And I've cried 1,000 times by now. എന്തിനാ ക്രൈ ചെയ്യണേ ഇമ്മക്കുട്ടി? But I'm going to go. I'll see my friends. ഭയങ്കര സന്തോഷേ. എന്താണ് ഇമ്മക്കുട്ടിക്ക് പ്രത്യേകം ചില സാധനങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Birthday. കണ്ടിട്ട് പറഞ്ഞില്ലേള്ളൂ. ഇത്
കിഡ്സിന്റെ ബാഗാണ് അതൊക്കെ. സെയിം അതെ, ഇത് same കുഞ്ഞു bag ആ. ബാഗ് എന്നൊക്കെയുള്ള രീതിയിൽ. ആണോ? This is the exact bag that I wanted. ലുലുലെ Eh. പോയപ്പോ കണ്ടിട്ട്. ഓ ക്യൂട്ട്ല്ലേ? A cute fish, a cute rabbit, a cute penguin. Is this a penguin? യാ, I get that. ഉറക്കെ പറയും. So a cute little rabbit, a cute flounder, a cute penguin. Is this actually a penguin? അതെ. Okay. A rabbit and a flower. A new pencil box. This is so cute. So first of all, you might seem that, oh, okay, this is a cute fluff thing. No, this actually opens. What can we put in here? അതൊരു ഭംഗിക്കുള്ളതല്ലേ. Yeah, but actually, I think we can put something there. Okay. If that's how I do eat this, I cannot do it. ഒമ്പോ. Look, Man, there are this is a box that Imukutti should never use. there are 4 compartments. A zip over here, which leads into another compartment. അടിപൊളി. ഇത് തുറക്കണ്ട കേട്ടോ ഇപ്പൊ. Why? കാരണം ഇതില് പെൻസിൽ, ക്രയോൺ അതൊക്കെ ഉള്ളത്. നമുക്ക് അവിടെ വീട്ടിലെത്തിയിട്ട് അത് അതല്ല, ഇപ്പൊ ഓൾറെഡി ഉള്ളത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ. അപ്സരയുടെ ഡിസൈനേഴ്സ് കിറ്റ് ആണ് കേട്ടത്. ക്യൂട്ട്. പേസ്റ്റൽസ്, ഓയിൽ പേസ്റ്റൽസ്. There are erasers, pencils, 2B, 4B, 6B, those wax crayons, a sharpener, more sharpeners, and then oil pastels. There's so many things. And then I got some other things. What is this? I did not even know this. Oh. So I got 1, 2, 3 chocolates. ഇത് അവിടുത്തെ, ഇത് അബിക്കുട്ടന്റെ ആരാ Abikuttende കസിൻ. cousin. Oh, Ah. I forgot. 2 കസിൻസ് ഉണ്ടായിരുന്നു അല്ലേ, സ്റ്റാമ്പ് ചെയ്യാനായിട്ട്. This was അമ്മയുടെ കയ്യിൽ സ്റ്റാമ്പ് ചെയ്ത് തരോ? okay. ഹാർട്ട്. ഉടുപ്പിലായി ഇല്ല അല്ലേ? Kappa. ഹാപ്പി. ഹൗ വാസ് യുവർ ഡേ? Good. ഇന്ന് നമ്മള് ലുലുവില് പോയപ്പോഴും അബിക്കുട്ടിനെ കണ്ടുമുട്ടി. നമ്മള് കൊറേ നേരം ലുലുവില് ഇമ്മുക്കുട്ടി അബിക്കുട്ടിനെ ഒപ്പം കളിച്ചു. Yeah, so I got extra time today. ഹാപ്പി വിത്ത് യുവർ ഫ്രണ്ട്. With your friend after 7 years. 7 months. I'm telling, like, if it's 7 years, that means I've never met Abhi before. ശരി. Because I am 7. Oh. ഓക്കെ, അപ്പൊ നമ്മള് First time staying away from Goa for 7 months. ഫസ്റ്റ് ടൈം. അപ്പൊ കുളിക്കട്ടെ. അപ്പൊ ഇനി മേക്കപ്പ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോഴാണ് ഏട്ടനെ ഏതോ റീലാണ് കാണിച്ചു തരണേ. ഞാൻ അങ്ങനെ കണ്ടിങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അങ്ങനെ ഒരു വെറൈറ്റി റീല്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിനോദമാണല്ലോ. ഏട്ടനിപ്പോൾ ഈ അടുത്താണ് കേട്ടോ ഇൻസ്റ്റയിൽ വന്നത്. എന്നെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. എൻ്റെ സ്റ്റോറീസൊക്കെ കാണുള്ളൂ. ഇടയ്ക്ക് റീൽസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് കാണിച്ചു തരും. ഞാൻ കുറേ റീൽസ് അങ്ങടായിരിക്കും. അതാണ് ഇപ്പോഴത്തെ വിനോദം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിട്ടോ. കുറേ നേരം ഉറങ്ങി. പക്ഷെ ഇനി കൂടുതൽ ഉറങ്ങാൻ പറ്റില്ല. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഇങ്ങനെ ഭയങ്കര വലിയ ഇങ്ങനെ സെറ്റപ്പ് അല്ല. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമുള്ള പോലെയാ. എനിക്കിങ്ങനെ കുറേ ഐറ്റംസ് ഇഷ്ടമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. കുറേ പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് മടി ഉണ്ടാവുക. പക്ഷെ എനിക്ക് പേഴ്സണലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഒരു ദിവസം വീട്ടിൽ കഴിക്കാൻ മടിയാണ്. വീട്ടിൽ നിന്ന് കഴിക്കാൻ മടിയൊന്നുമില്ല കേട്ടോ. വീട്ടിലിങ്ങനെ കുറെ ഐറ്റംസ് ഇല്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് കഴിക്കും. എന്താണ് Fashion show. അമ്മ ഫാഷൻ ഷോയ്ക്കും വർക്കിനും പോകുമ്പോ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക, ലഞ്ചും കഴിക്കുക. ഞാൻ എവിടെയാണ് ഫാഷൻ ഷോയ്ക്ക് പോയേ? എന്റെ അമ്മ പറയണ പോലെ തന്നെ അമ്മ ഇങ്ങനെ പറയും.
അപ്പോൾ അവൾ ഓരോന്നിന് പോയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് നടന്നോ. ഹലോ, അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് കുട്ടി ഡ്രസ് ഇട്ടിട്ട്? ഈ തെർമൽസ് ഇട്ടിട്ട് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാട്ടെ കുട്ടി തെർമൽസ് ഇടുന്നെ. എന്താ തോന്നണ? Okay, the thermals are very comfy because inside it's very soft. So when thermals stick to our body like this, it's very comfy because the softness is touching us. ടച്ച് Yeah, ബോഡി and ടച്ച് also ചെയ്യുമ്പോ for me, these thermals are not loose, not Oh, it's going down. Loose. It's going down. it's not loose ലൂസും അല്ല or tight. ടൈറ്റും അല്ല. അപ്പൊ എന്താ ഫീൽ ചെയ്യണേ? Comfy. രാവിലെ ഏറ്റവും മുതലേ പറയാ നല്ല സുഖം ഉണ്ടായിരുന്നു. ഞങ്ങൾ നെയ്സൊക്കെ ഇട്ട് അങ്ങനെ കിടന്നുറങ്ങി കൊറേ നേരം അല്ലേ? It's like you have cut my body. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി, അത് ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. പൂരി ഭാജി, ഇടിയപ്പം, പിന്നെ ഒരു ഉള്ളിക്കറി, പഴം, മുട്ട, പിന്നെ സിറിയൽസ്, പിന്നെ ബ്രെഡ്, ബട്ടർ, പിന്നെ ഓംലെറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കി തരും കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണെന്നുള്ളത്. ഇത് നമ്മൾ മീരാനന്ദൻ ഇൻസ്പയർഡ് ലുക്കിന് വേണ്ടിയിട്ട് മിന്ത്രയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ഞാൻ അത് നൈറ്റി പോലെയൊക്കെ യൂസ് ചെയ്യും. അത്ര വലുതാണിത്, പക്ഷേ ഇടാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ മോഡസ്റ്റ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡായിട്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങനെ കഴിക്കട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. എനിക്ക് 3 നേരത്തിൽ ഏറ്റവും ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഞാൻ ഏറ്റവും നന്നായി കഴിക്കുകയും ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് ശേഷം അതിനുശേഷം ലഞ്ച്, ഡിന്നറാണ് ഞാൻ ഏറ്റവും കുറവ് കഴിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് ലാവിഷായിട്ട് നമ്മളിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ചെടി, ഇത് ഗോവയിൽ നമ്മുടെ കുറേ ഉണ്ടായിരുന്നതാണ്, നമ്മളിവിടെ തൃശ്ശൂരും കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ തുറന്നപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നല്ലോ ലിംബുക്കുട്ടി, പല ഡോറിലൊക്കെ പോയി നോക്കിയില്ലേ. പക്ഷെ ഇന്ന് കറക്റ്റായിട്ട് പോയി നോക്കി തുറന്ന് നോക്കുന്നുണ്ട്. ശരിയാവുമെന്ന് വിചാരിക്കണു. കുറച്ച് ഗുസ്തി പിടിച്ചിട്ടാണെങ്കിലും അവസാനം ശരിയായി. അപ്പോൾ സന്തോഷമായിട്ടോ. ഉമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ശരിയായില്ലല്ലോ, അപ്പോൾ ഇന്ന് ശരിയായപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി ഇപ്പോൾ നമുക്ക് വണ്ടർലാലിലേക്കല്ലേ പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇമ്മക്കുട്ടിയുടെ മുടി എല്ലാം കൂടി പൊക്കി പിടിച്ച് കെട്ടാൻ വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ കുഞ്ഞു മുടിയുള്ള കാരണം എല്ലാം കൂടി ഒരുമിച്ച് പൊക്കി പിടിച്ച് കെട്ടാൻ പറ്റില്ല. അപ്പോൾ ആദ്യം 2 ഭാഗം കെട്ടും, എന്നിട്ട് പിന്നീന്ന് കുറച്ച് മുടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കെട്ടും, എന്നിട്ട് ബാക്കിയുള്ള മുടി എടുത്തിട്ട് അതിലേക്ക് ചേർത്തിട്ട് കെട്ടും. അപ്പോൾ കുഞ്ഞു മുടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടുകയാണെങ്കിൽ ഇതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. ഈ ഒരു വഴി എനിക്ക് നോക്കിയിട്ട് മനസ്സിലായുള്ളൂ. എന്നാലും കൊമ്പ് പോലെ കുറച്ച് മുടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിങ്ങനെ ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കും, മുഖത്തേക്ക് മുടിയൊന്നും വീഴാണ്ട് ഇരിക്കും. ഞാൻ ചിലപ്പോൾ ഇതിനെ ബണ്ണാക്കുകയും ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ ബണ്ണ് വേണ്ട പറഞ്ഞു, അപ്പോൾ ഞാൻ അങ്ങനെ നിർത്തി. പിന്നെ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ലിപ് ബാമും ഇട്ടിട്ട് നമുക്ക് പോവാം. ഇപ്പം എന്തായാലും അവിടെ പോയാൽ കളിക്കാനും വെള്ളത്തിൽ ഇറങ്ങേണ്ടതൊക്കെ അല്ലേ. നമുക്ക് വണ്ടർലാ പോവാം. നമ്മൾ പോവുകയാണ് ഗൈസ്. ബ്ലാക്ക് അല്ല, ബ്ലൂ ആണ്, ഏറ്റവും ബ്ലൂ ആണ്. കുഞ്ഞു റെഡ് നോക്കട്ടെ. കാറിൽ കടന്ന് ഹെയർ സ്റ്റൈൽ ഒന്നും നശിപ്പിക്കാൻ പാടില്ല കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മുടിയിൽ എപ്പടി വെള്ളമാകുന്നല്ലോ വിചാരിച്ചു. എനിക്കിതിൽ ഒരു ബണ്ണും കൂടി ആക്കണം എന്നുണ്ടായിരുന്നു. അതിനുള്ള ഹെയർ ടൈ ഇല്ല. So you're telling me that Acha wants to cut my hair. This must have. കുട്ടിക്ക് മുടി വളർത്തണം എന്നാണ് അവൻ്റെ. ഇത്ര വരെ മുടി വളർത്തണം നീളത്തില്. ഞാൻ സ്കാർഫൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല. ഞാൻ ഫുള്ള് തലയ്ക്ക് കൂടി അവിടെ മുകളിലേക്ക് ഇങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസത്തെ ലഗേജാണ്. ആ വലിയ പെട്ടിയിൽ മൊത്തം എൻ്റെ സാധനങ്ങളാണ് കേട്ടോ. ചെറിയ പെട്ടിയിൽ ഇമ്മക്കുട്ടിയുടെ സാധനം, പിന്നെ ആ ബാക്ക് പാക്കിൽ ഏട്ടൻ്റെ സാധനങ്ങൾ, പിന്നെ ഈ കണ്ട കവർ അത് എക്സ്ട്രാ ഇപ്പോൾ മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ജപ്പാനിലേക്ക് പോകാനുള്ള ഇത് പറഞ്ഞിട്ട് ആ ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ജപ്പാനല്ല, ആക്ച്വലി എനിക്ക് കൂടുതൽ ആഗ്രഹം കൊറിയയിൽ പോകണം എന്നാണ്. എസ്പെഷ്യലി നമ്മൾ ഈ കൊറിയൻ സീരീസും കൊറിയൻ മേക്കപ്പൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഫോളോ ചെയ്യണതല്ലേ. ഇപ്പം ഞാൻ പുതിയ സീരീസ് മാരി മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് ആമസോൺ പ്രൈമിൽ ഉള്ളത് കാണുന്നുണ്ട്. എന്ത് രസമാണെന്ന് അറിയാം സീരീസ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. മെലോ ഡ്രാമയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കൂ. പിന്നെ ഇതാ ഓൾമോസ്റ്റ് എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭക്ഷണം കഴിച്ചിട്ട് വണ്ടർലാലിൽ കയറാമെന്നുള്ളത്. ഇവിടെ നല്ല അടിപൊളി ഊണ് കിട്ടുന്ന സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഊണ്. എല്ലാ ഐറ്റംസും ഭയങ്കര നല്ലതായിരുന്നു. പൈസയും കുറവായിരുന്നു. അപ്പോൾ നന്നായി ഫുഡ് കഴിച്ചു. അയ്യോ ഇറ്റ്സ് ഹാർഡ്. ഞാൻ ഓംലെറ്റ് ആയിപ്പോയി. ഓംലെറ്റ് It has only been 5 seconds since I ate it.
1 minute. 1 മിനിറ്റ് ദൂരേ ഉള്ളൂ കേട്ടോ. വണ്ടർല ഇതിലേക്ക് പോവാനായിട്ട്. Where are we going? Wonderla amusement. എന്തൊരു ചൂടാന്നറിയോ, എന്തൊരു വെയിലാണ്. ഈ വെയിലത്താണല്ലോ റൈഡിൽ മൊത്തം നിക്കാൻ പോണേന്ന് ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പാർക്കിംഗ് ഉണ്ട് മോളാ. Wonderla amusement park. Sunscreen is must. Everybody knows that. Do you know that when I put moisturizer and got sunscreen over here, like it doesn't go away. ജാനുവരി ആന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നല്ല വെയിലും അതേപോലെ തന്നെ വൈകിട്ടായ മഴയും. ഭയങ്കര വിയേർഡായിട്ടുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ. എന്തായാലും പിന്നെ നമ്മളങ്ങനെ ഇറങ്ങി. ഞാൻ ഫുള്ള് മൂടി പൊതിഞ്ഞൊക്കെയാണ് കേട്ടോ നടക്കണം. നല്ല വെയിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഭീമക്കുട്ടിക്ക് എന്തായാലും ആ ഒരു സ്വിമ്മിങ് ക്യാപ്പും അതേപോലെ തന്നെ ഒരു ഔട്ട്ഫിറ്റും മേടിക്കാൻ വിചാരിച്ചു. ഏട്ടൻ്റെ കയ്യിൽ പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ലോക്കർ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ വാല്യുബിൾസും അതിനകത്ത് തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് പൈസ അടയ്ക്കാം. പൈസ അടച്ചിട്ട് നമുക്കൊരു വാച്ച് പോലത്തെ സാധനം തരും. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിലൊക്കെ മേടിക്കാം, ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ അതുവഴി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഫോണും പൈസയും ഒന്നും എടുക്കാണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വാട്ടർ റൈഡിലൊക്കെ സ്വസ്ഥമായിട്ട് ഇറങ്ങാമല്ലോ. നമ്മുടെ സാധനങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഫോൺ എന്തായാലും വേണമായിരുന്നു, വ്ളോഗ് ചെയ്യണമല്ലോ. ഞാനൊരു ബാഗിൽ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്തു. വെള്ളവും അതേപോലെ തന്നെ പൈസയും ഓൾറെഡി നമ്മൾ പൈസ അടച്ചിട്ടുണ്ടായിരുന്നു. ഫോണും പേഴ്സൊക്കെ എടുത്തു. പക്ഷെ ആ ബാഗ് മൊത്തം പിടിച്ചത് ഏട്ടനാണ്. അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ 3 ആളും കൂടിയിട്ട് ഒരു 3-4 റൈഡിൽ പോയി കേട്ടോ. പിന്നെ കൂടുതലും ഭീമക്കുട്ടിക്ക് തനിയുള്ള റൈഡൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പോയി. ഇത് അത്ര പേടിക്കേണ്ട റൈഡൊന്നല്ല കേട്ടോ. പക്ഷെ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ കയറിയപ്പോൾ എന്തോ പോലെ തോന്നി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഹൈദരാബാദ് പോയ സമയത്ത് അപ്പൊക്കെ ഭയങ്കര വലിയ ജൈൻ വീലിലൊക്കെ കയറി. എങ്കിലും ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു മനസ്സ് തോന്നുന്നില്ല. എനിക്കങ്ങനെ എനിക്ക് ഇങ്ങനെ കറപറാന്നുള്ള റൈഡ്സ് ഉണ്ടല്ലോ, അതിലൊന്നും കയറാനേ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരാൾ കൂട്ടിനുണ്ടെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷെ ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും കൂടി ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഇമ്മക്കുട്ടിക്ക് ഒരുവിധം റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല. എനിക്ക് ഏട്ടനും കൂടി തനിയെ പോകാനും പറ്റില്ല. അപ്പം ഇമ്മക്കുട്ടീനെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും നടന്നില്ല. അപ്പം ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റൈഡ്സിലൊക്കെ പോയി ഇനി വാട്ടർ റൈഡ്സിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാകുമ്പോൾ ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടെ ഇപ്പോൾ വാട്ടർ റൈഡ്സിൽ ഇറങ്ങും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. കഴിച്ചിട്ട് ഞാനും ഇമ്മക്കുട്ടിയും കൂടെ വാട്ടർ റൈഡ്സിൽ പോകും. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇമ്മക്കുട്ടിക്ക് ഇതിൽ കയറിയിട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വേഗം ഇറങ്ങണത്. ഇതൊക്കെ എന്താ അടിപൊളിയാലേ. അയ്യോ, ഇതിലൊക്കെ കയറിയ ഭയങ്കര ഫീലായിരിക്കും. അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് പണ്ട്. മുംബൈയിലൊക്കെ പോയ സമയത്ത് അവിടുത്തെ ഫാൻസി പാർക്കിലൊക്കെ പണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറിയിട്ട്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങനെ തോന്നണേ ഇല്ല. അയ്യേ, ബോറിങ് ആയിപ്പോയി തോന്നുന്നുണ്ട് ഞാൻ. അങ്ങനെ തോന്നി. ഇതെനിക്കിഷ്ടമാണ് കേട്ടോ. ഈ കാർ റൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പണ്ട് ഞാൻ പോവാറുണ്ട്. അപ്പം ഇത് ഞാൻ ഇമ്മക്കുട്ടിയും കൂടെ ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇമ്മക്കുട്ടി ഏട്ടനും കൂടി ഓടിച്ചു. അപ്പം ഇമ്മയാണ് കേട്ടോ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറേ നേരം ഞാൻ ഓടിച്ചു. കുറേ നേരം വെച്ചാൽ അവർ തന്നാൽ ഫുൾ ടൈം. പിന്നെ 2ാമതും കയറി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഇമ്മക്കുട്ടി ഓൾമോസ്റ്റ് ലൈക്ക് മടുത്ത ഫീലായി. എന്തായാലും ഇനി വാട്ടർ റൈഡ്സിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് എന്നാൽ പിന്നെ അങ്ങനെ ഇറങ്ങാം. അപ്പോൾ ഇതാ ഈ പൂളുണ്ടല്ലോ, അപ്പോൾ ഇവിടേക്കൊക്കെ കുറേ ഇറങ്ങി. ഇവിടെ പിന്നെ നമുക്ക് അങ്ങനെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. വേറെ ആളുകളുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തില്ല. അപ്പോൾ ഏട്ടനും ഇമ്മക്കുട്ടി അങ്ങോട്ട് പോയ സമയത്ത് ഞാനിങ്ങനെ കുറേ നേരം തേരാപ്പാരാന്ന് അങ്ങോട്ടൊക്കെ നടന്നു. അവിടെ ആ പ്രദേശത്ത് തന്നെ കേട്ടോ. അങ്ങനെയൊക്കെ നടന്നു. പിന്നെ നമുക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ആ വാച്ച് കയ്യിൽ കിട്ടി, ഞാൻ വാച്ച് കാണിച്ചില്ലേ, അതുവഴി കാണിച്ചാൽ മതി. അതിന് നമ്മൾ 1000 രൂപയായിരുന്നു കേട്ടോ അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എത്ര വേണോ അത്ര അടയ്ക്കാം. പിന്നെ ബാക്കി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തരും കേട്ടോ. പഴംപൊരി നല്ല അടിപൊളിയായിരുന്നു. കട്ട്ലറ്റും നല്ലതായിരുന്നു. ഏട്ടൻ്റെ അവസ്ഥ നോക്കൂ. എൻ്റെ ബാഗും ഇമ്മക്കുട്ടി ക്ഷീണിച്ചു വന്നിട്ട് അതിനെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അയ്യോ, പെട്ടെന്ന് ടയേർഡാവും നമ്മൾ ഈ വെയിലത്തും കൂടി ആയതുകൊണ്ടേ. പിന്നെ അപ്പോൾ ഏട്ടൻ ഇങ്ങനെ കുറേ റൈഡിലൊക്കെ പോയി. ഇനിയിപ്പോൾ എന്നോട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഏട്ടൻ ഇട്ടിരുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടത്. പിന്നെ ഞാനും ഇമ്മക്കുട്ടിയും കൂടെ വാട്ടർ റൈഡ്സിലൊക്കെ പോയി. പിന്നെ ഞാൻ തനിയെ 1-2 പോയി കേട്ടോ. മറ്റേ മേളിൽ നിന്ന് താഴേക്ക് ഒരു രസമാണത്. അപ്പോൾ അതിലൊക്കെ പോയി. പിന്നെ നമ്മൾ പോപ്കോൺ മേടിച്ചു. അപ്പോഴേക്കും ലൈക്ക് ലാസ്റ്റ് ആയപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും പോയിട്ടുണ്ടായിരുന്നു. ആ വീവ് വരുന്ന റൈഡില്ലേ, റൈഡല്ല വീവ് വരുന്ന അതിൽ മാത്രം അധികം നേരം നിന്നില്ല. അപ്പോഴേക്കും മഴ പെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. നമ്മൾ മഴയൊന്ന് തോരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ മഴ
ഇങ്ങനെ തോരണ ഒരു ലക്ഷം കാണുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളങ്ങോട്ട് ഓടിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ മഴ കുറയണത് അങ്ങോട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ കുറേയും തോന്നുന്നില്ല. എന്തായാലും രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ടിക്കറ്റ് ഉണ്ടല്ലോ, വണ്ടർലാൻഡ് ടിക്കറ്റ് നമ്മൾ സൂര്യ ടിവിയുടെ പരിപാടിക്ക് പോയില്ലേ, അപ്പോൾ നമ്മൾക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അന്ന് മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്, ഇപ്പോഴൊന്നും ഒഴിവ് കിട്ടിയത്. മഴയത്ത് ഓടി വന്നിട്ട് ഞങ്ങൾ 3 ആൾ നന്നായിട്ട് നനഞ്ഞു കേട്ടോ. എന്തായാലും അങ്ങനെ അതിക്രൂരമായ ട്രാഫിക്കാണ് കേട്ടോ, ഭയങ്കര ട്രാഫിക്കാണ്, രക്ഷയില്ല. നമ്മളിങ്ങനെ സ്റ്റക്കായിട്ടിങ്ങനെ നിൽക്കുക. എഴഞ്ഞാണ് കേട്ടോ നമ്മൾ അങ്കമാലിയിൽ എത്തിയത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇനി അങ്ങോട്ടേക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ട്രാഫിക് കുറച്ച് കുറയും തോന്നുന്നു. പക്ഷെ അങ്കമാലി എത്തണ വരെ നല്ലത് കണ്ടോ, അങ്കമാലി പന്നീസ്. അങ്കമാലി എത്തണ വരെ ഭയങ്കര പാടായിരുന്നു, നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നമ്മൾ ചിക്കൻ കറിയും ഇടിയപ്പവും കഴിച്ചു കേട്ടോ. ഇമ്മക്കുട്ടി അപ്പമാണ് കഴിച്ചത്, ഞാൻ ഇടിയപ്പമാണ് കഴിച്ചത്. സിമ്പിളായിട്ടൊരു ചിക്കൻ കറി. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കണ്ടോ, സ്ട്രെയിറ്റൻ ചെയ്ത മുടിയൊക്കെ അങ്ങനെ കയറിപ്പോയി, ഭയങ്കര ഫ്രിസിയായി. പിന്നെ ക്ലോറിൻ വെള്ളമല്ലേ, ആക്ച്വലി വെള്ളം മഴ തട്ടിയിട്ടാണ് കേട്ടോ. ഞാൻ വെള്ളം തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആ ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലോറിൻ വെള്ളം ആകുമ്പോൾ അതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുപാട് പെരുന്നാൾ നടക്കുന്ന സമയമല്ലേ, അപ്പോൾ വരണ വഴിക്കൊക്കെ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. 2-3 സ്ഥലത്ത് ഇങ്ങനെ പെരുന്നാളിൻ്റെ ആഘോഷവും അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ കണ്ടു. ഇത് നമ്മൾ ഒല്ലൂരാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം പെട്ടെന്ന് തന്നെ പോയിട്ടോ. വണ്ടർലാൻഡ് പോണം എന്ന് വിചാരിച്ച് കുറേ നാളായിരുന്നു. ആ ടിക്കറ്റും കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ടിക്കറ്റ് കയ്യിലുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷെ അത് നല്ലതായിരുന്നു. പിന്നെ ഷൂട്ടും ഒക്കെ എല്ലാം നന്നായിട്ട് പോയിട്ടോ, എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്ക് ടു നോർമൽ. ഇന്ന് പിന്നെ ഇതാ ഇമ്മക്കുട്ടി സ്കൂളിൽ പോയി, എനിക്ക് ജിമ്മിൽ പോകണം. അങ്ങനെ സാധാരണ നമ്മുടെ തിരക്കുകൾ. പിന്നെ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ലവ് യു ഓൾ സോ മച്ച്. ബൈ.